ഇപ്പോൾ ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമാണ് ഉണ്ടാകുന്നത്. 5000 സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തണമെന്ന് കോടതി നിർദ്ദേശിക്കുന്നു. ഒപ്പം തന്നെ കാനനപാതയിലൂടെ കടന്നു വരുന്നവർക്ക് വനംവകുപ്പ് പാസ് നൽകണമെന്നുൾപ്പെടെയുള്ള കടുത്ത നിയന്ത്രണങ്ങൾ, നിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, എങ്ങനെ നടപ്പിലാക്കാനാവും? ഈ നിയന്ത്രണങ്ങളൊക്കെ ഞങ്ങളുടെയും കൂടി ആവശ്യമാണ്, നമ്മളുടെയും കൂടി ആവശ്യമാണ്. സ്പോട്ട് ബുക്കിംഗ് കുറയ്ക്കണം എന്നുള്ളത് ഞങ്ങളുടെയും കൂടി ആവശ്യമാണ്. കോടതി അത് പറഞ്ഞിരിക്കുന്നത് വളരെ സ്വാഗതാർഹം എന്ന് മാത്രമല്ല, അത് തിരക്ക് കുറയ്ക്കുന്നതിന് വളരെ സഹായിക്കും. ഈ ആളുകൾ എത്തുമ്പോൾ, അതായത് നിലവിൽ നമ്മളിപ്പോൾ 20,000 പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ് ഉള്ള സാധ്യതയുള്ളത്. 5000 വെട്ടിക്കുറയ്ക്കുകയും ചെയ്തപ്പോൾ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ താമസ സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഇനി ഒരു ക്രമീകരണം ഉണ്ടാവുക? സ്പോട്ട് ബുക്കിംഗ് വന്നതിന് ശേഷം സ്പോട്ട് ബുക്കിംഗ് 5000 കൊടുക്കുമെങ്കിൽ അവരെല്ലാം മേലിൽ കയറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യം ഇത് ഓൺലൈൻ ബുക്ക് ചെയ്യണം. ഓൺലൈൻ ബുക്ക് കിട്ടാത്തവരാണ് ഇവിടെ വരുന്നത്. അവരുടെ ഇതുവരെ 20,000 കൊടുത്തിരുന്നെങ്കിൽ അതിനകത്ത് കുറവ് വരും. സ്വാഭാവികമായിട്ടും വന്നേ പറ്റുള്ളല്ലോ. കാരണം ആളുകൾ ക്രമാതീതമായിട്ട് അവിടെ വന്ന് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കോടതി അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് സ്വാഗതാർഹമായിട്ടുള്ള സംഗതിയാണ്. ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെടാനിരിക്കുകയായിരുന്നു. അല്ല, അതിലധികം ആളുകൾ വരുമല്ലോ സ്വാഭാവികമായിട്ട്, ഇത് ആളുകളിലേക്ക് വരില്ലല്ലോ. അത് ദയവ് ചെയ്ത് മാധ്യമങ്ങളൊക്കെ പറയേണ്ടത് സ്പോട്ട് ബുക്കിംഗ് കുറവാണ്, മറ്റേ ഓൺലൈൻ ബുക്കിങ്ങിലൂടെ ഉള്ളവർ മാത്രമേ വരാൻ പാടുള്ളൂ. അതാണ് എന്റെ ഉദ്ദേശം. നിയന്ത്രിക്കണം. അതിനെന്താ കുഴപ്പം? ശരി, എന്തായാലും അതിനെ ദേവസ്വം ബോർഡ് പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ കൂടി ആവശ്യമാണ് ഈ സ്പോട്ട് ബുക്കിംഗ് വെട്ടിക്കുറയ്ക്കണം എന്നുള്ളതെന്നാണ് കെ ജയകുമാറിന്റെ പ്രതികരണം. ഞങ്ങൾ കൂടി ആവശ്യപ്പെട്ടതാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു.